പാഠപുസ്തകങ്ങളിൽ വീണ്ടും തിരുത്തലുമായി NCERT. കശ്മീർ, ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം, ഖലിസ്ഥാൻ തുടങ്ങിയ പരാമർശങ്ങളിലാണ് മാറ്റം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, തുടർച്ചയായി ചില വിഷയങ്ങളൊക്കെ തിരുത്തിക്കുറിക്കുന്നു, ചിലത് മാറ്റപ്പെടുന്നു. ഇക്കുറി എന്താണ് NCERT ചെയ്തിരിക്കുന്നത്? അനുജ, ഇത്തവണ വിവാദമായ പാഠഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് NCERTയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. NCERT സിലബസിലെ ഉള്ളടക്കങ്ങൾ സംബന്ധിച്ച് നേരത്തെയും പലതവണ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും വിവാദമായ ഒരു ഉള്ളടക്കം എന്നുള്ളത് ഇന്ത്യ ചൈന പ്രശ്നവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമായിരുന്നു. സർക്കാരിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ചൈനയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നതിനിടെയാണ് ഇന്ത്യ ചൈന സംഘർഷം, അതിർത്തി പ്രശ്നം സംബന്ധിച്ച് ലഘൂകരിക്കുന്ന രീതിയിലുള്ള പരാമർശം ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെട്ടിരുന്നത്. നിലവിൽ ഇപ്പോൾ ഇന്ത്യ ചൈന ബന്ധം ശക്തമാകാത്തതിന് കാരണം ചൈനയുടെ പ്രകോപനമാണ് എന്ന തിരുത്തലാണ് ഈ പാഠപുസ്തകത്തിൽ വരുത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സൈനിക സംഘർഷം എന്ന നേരത്തെയുള്ള പരാമർശമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആസാദ് പാകിസ്ഥാൻ എന്ന പരാമർശം നടത്തിയിരുന്നു. പാക് അധീന കശ്മീർ പ്രദേശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഘട്ടത്തിലാണ് ആസാദ് പാകിസ്ഥാൻ എന്ന പരാമർശം നടത്തിയിരുന്നത്. ഇതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈ പരാമർശം ഒഴിവാക്കിക്കൊണ്ട് പാക് അധീന ജമ്മു കശ്മീർ എന്നാണ് പുതിയ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആനന്ദ്പൂർ സാഹിബ് പ്രമേയത്തെക്കുറിച്ചുള്ള പാഠഭാഗത്തിൽ ഖാലിസ്ഥാൻ എന്ന പരാമർശം ഉൾപ്പെടുത്തിയിരുന്നു. ഇക്കാര്യവും നീക്കം ചെയ്തിട്ടുണ്ട് പുതിയ പാഠപുസ്തകങ്ങളിൽ. ഒപ്പം തന്നെയാണ് ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അതിജീവനം സംബന്ധിച്ചുള്ള വിവാദമായ കാർട്ടൂണും പുതിയ പാഠപുസ്തകത്തിൽ നീക്കം ചെയ്തു. വരുന്ന ഈ അധ്യയന വർഷത്തിൽ ഈ പുതിയ പാഠപുസ്തകങ്ങളായി പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിലാണ് തിരുത്തലുമായി NCERT രംഗത്തെത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.